കുടുംബത്തിലെ മറ്റു ചിലർക്ക് കൂടി ഈ അസുഖം ഉണ്ട് എന്നും അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചായ പോലും കുടിക്കാത്ത അദ്ദേഹത്തിന്റെ സഹോദരനും ഇതേ അസുഖമാണ് എന്നും അദ്ദേഹം പലപ്പോഴും പലയിടത്തും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി അമൃത ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. അവിടെ വെച്ച് തന്നെയാണ് ഇപ്പോൾ മരണവും സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ കൊച്ചി അമൃത ആശുപത്രിയിൽ തന്നെ അദ്ദേഹം കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് അദ്ദേഹം വിധേയനായിരുന്നു. ഇത്തരത്തിൽ ജീവിതത്തിലുടനീളം അസുഖത്തോട് പോരാടിക്കൊണ്ടാണ് അദ്ദേഹം ഏതാനും വർഷങ്ങളായി ജീവിക്കുന്നത്. അപ്പോഴും മലയാളിയുടെ ചിരിയുടെ അഴകായി തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാത്രമല്ല, ധാരാളം പൊതുവേദികളിൽ കൂടി അദ്ദേഹം പങ്കെടുത്തു. തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞു. അത്തരത്തിലുള്ള വേദികളിൽ അദ്ദേഹം പങ്കെടുത്തു. മാത്രമല്ല, ധാരാളമായി ആക്ഷേപഹാസ്യ പ്രയോഗങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെതായി നമുക്ക് അറിയാം. ധാരാളം സിനിമയിലും അല്ലാതെയും അത്തരം പ്രയോഗങ്ങളുണ്ട്. ഇത്തരമൊരു മഹാനടനാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. ജീന. സാലിയാണ് വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെത് പ്രണയ വിവാഹമായിരുന്നു. വെറുമൊരു മിമിക്രി കലാകാരനായിരുന്ന തന്നെ മാത്രം മതി എന്ന് പറഞ്ഞ് ഭാര്യ സുനിത റിസ്ക് എടുക്കുകയായിരുന്നു. ആ സുനിതയ്ക്ക് ദൈവം നൽകിയ സമ്മാനങ്ങളാണ് പിന്നീട് എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നേട്ടങ്ങളുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അച്ഛനുറങ്ങാത്ത വീട്ടിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം കിട്ടി. ആദാമിൻ്റെ മകൻ അബുവിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കിട്ടി. അയാൾ ഞാൻ തമ്മിൽ എന്ന ചിത്രത്തിന് മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടി. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. ജീവിതത്തിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സിനിമാ അഭിനയത്തിൽ അദ്ദേഹത്തിന് നേടാവുന്നതിൻ്റെ എല്ലാം നേടിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ മടക്കമുള്ളത്. അദ്ദേഹം നേരത്തെ തന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തോട്ട് തന്നെ അദ്ദേഹത്തിന് ഒരു നടനാവുക എന്നത് ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് അദ്ദേഹം കലോത്സവങ്ങളിലെ മിമിക്രി തനിക്ക് സിനിമയിലേക്ക് വഴിതുറക്കുമെന്ന് സലിംകുമാറിനൊരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പിന്നാലെ അദ്ദേഹം മഹാരാജാസിലേക്ക് വണ്ടി കയറുകയായിരുന്നു. ചിറ്റാറ്റുകരക്കാരനായ സലിംകുമാർ സിനിമാ നടനാകാൻ വേണ്ടി മഹാരാജാസിലേക്ക് വണ്ടി കയറുകയായിരുന്നു. അദ്ദേഹം 1969 ഒക്ടോബർ 9 വടക്കൻ പറവൂരിൽ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. പേര് കേട്ടാൽ ആരും മതം തിരിച്ചറിയേണ്ട എന്ന് കരുതിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സലീം എന്ന പേരിടുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വിളിച്ചത്. പിന്നീട് സ്കൂളിലെ ടീച്ചർ നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരിന് പിന്നാലെ സലീം കുമാർ എന്നുകൂടി ചേർക്കുകയായിരുന്നു എന്ന് അത് പറയാറുണ്ട്. സലിമിക്കെന്നാണ് പലരും തന്നെ വിളിക്കാറുണ്ടായിരുന്നത് എന്ന് ഒരിക്കൽ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമാ ലോകത്തിന്, മലയാള സിനിമയ്ക്ക് മാത്രമല്ല രാഷ്ട്രീയത്തിനു കൂടി, കേരള രാഷ്ട്രീയത്തിനു കൂടി അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം വലിയൊരു നഷ്ടം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് ഞാനൊരു അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്, ജന്മം കൊണ്ടേ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് അദ്ദേഹം എപ്പോഴും പറയുകയായിരുന്നു. ചിറ്റാറ്റുകരയിലും മാലിയങ്കര കോളേജിലെ പഠനകാലത്തൊക്കെ അദ്ദേഹം സ്കൂളുകളിലും കോളേജിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ജീവിതമാർഗം പിന്നീട് കണ്ടെത്തേണ്ടി വന്നതോടുകൂടി അദ്ദേഹം മഹാരാജാസിലെത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചെറിയൊരു ഇടവേള നൽകുകയായിരുന്നു. പിന്നീട് സിനിമയിൽ നിന്ന് ഷോർട്ട് ബ്രേക്ക് എടുത്ത കാലത്ത് കോൺഗ്രസ് വേദികളടക്കം സജീവമായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സിനിമ ഒരു വശത്ത് നന്നായി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളിലും നിലപാട് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് പരസ്യമായി തുറന്ന് പറയുകയും കോൺഗ്രസ്സുകാരനാണ് താനെന്ന് ആവർത്തിച്ച് എല്ലാ വേദികളിൽ പറയുകയും പറ്റുന്ന വേദികളെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാറുമുണ്ടായിരുന്നു. അതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന് പറവൂരിലൊരു സ്വീകരണ പരിപാടി നൽകിയപ്പോൾ അവിടെയും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന പൊതുവേദിയായിരുന്നു പരിപാടി. പറവൂറുകാർക്ക് അഭിമാനിക്കാം, കേരളത്തിന് ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ നൽകിയതിലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഏതായാലും ഈ പ്രചാരണത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞവരിൽ ഒരാൾ സലിംകുമാറായിരുന്നു. ഒടുവിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ആ സന്തോഷവും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അങ്ങനെ നിരവധി സിനിമകളിൽ അഭിനയിച്ച് ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങൾ അത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഒപ്പം ഗൗരവമേറിയ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹം വ്യക്തമാക്കി. കെ സി വേണുഗോപാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരാൾക്ക് കഴുത്തിൽ മാലയിടാനുണ്ടെന്ന് പറഞ്ഞ് തന്നെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയ കഥ അദ്ദേഹം ഓർത്തു പറയാറുണ്ട്. മാലയിടുമ്പോൾ
തൻ്റെ കവിളിൽ തലോടിയ കൈകൾ സാക്ഷാൽ കെ കരുണാകരൻ്റേതായിരുന്നുവെന്ന് പിൽക്കാലം ബോധ്യപ്പെടുത്തിയപ്പോൾ അടിമുടി കോൺഗ്രസ്സുകാരനായ സലീംകുമാർ കൂടി ജനിക്കുകയായിരുന്നു. കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിൽ മാത്രം വന്നു ചേരാത്ത, ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിൻ്റെ കൂടി പേരായിരുന്നു സലീംകുമാർ. ലീഡറുടെ ശേഷിപ്പുകൾ ഉള്ളിൽ പേറിയ കോൺഗ്രസ്സുകാരൻ. വ്യക്തിപരമായ ഹൃദയബന്ധമുണ്ടായിരുന്ന മനുഷ്യനാണ്. കുടുംബവിശേഷവും സിനിമാ വിശേഷവും രാഷ്ട്രീയവും ഒരേ നിലയിൽ ചർച്ച ചെയ്യുന്ന സൗഹൃദവുമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഓടി നടന്ന കോൺഗ്രസിനായി പ്രചാരണം നടത്തിയ സലീം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ തന്നെ ജീവിക്കും. എക്കാലവും മകൻ ചന്തുവുമായുള്ള ബന്ധവും സലീമിൽ നിന്ന് തുടങ്ങിയതാണ്. പക്ഷേ അതിന് തുടക്കമേയുള്ളൂ, അവസാനമില്ല. സലീമിൻ്റെ തമാശകൾ പോലെ. ഇങ്ങനെയാണ് KC വേണുഗോപാൽ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്. അങ്ങനെ ഏത് രംഗത്താണെങ്കിലും, സിനിമാ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും അദ്ദേഹവുമായി ഓർമ്മകൾ പങ്കുവയ്ക്കാൻ, നിരവധി ഓർമ്മകൾ പങ്കുവയ്ക്കാൻ എല്ലാവർക്കും ഉണ്ട് എന്നതാണ്. അദ്ദേഹം വഴി സിനിമയിലെത്തിയ ഒരുപാട് പേരുണ്ട്. മിമിക്രി വഴിയാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. പിന്നീട് ഒരുപാട് സിനിമകൾ ചെയ്ത് മലയാളത്തിൽ വ്യക്തമായ ഒരു സാന്നിധ്യം അദ്ദേഹം ഉറപ്പിച്ചു. സലീംകുമാർ ഇല്ലാത്ത ചുരുക്കം ചില ഹാസ്യ സിനിമകൾ മാത്രമാണ് നമുക്ക് മുന്നിൽ ഉണ്ടാവുക. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഇനി മറ്റൊരാളും ഇല്ല എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പട്ടാളം, പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു, മായാവി തുടങ്ങിയ ഓരോ സിനിമകളിലൂടെ സലീംകുമാർ എന്ന നടൻ നമുക്ക് മുന്നിൽ, പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയായിരുന്നു. നമുക്കൊക്കെ കൂടുതൽ പ്രിയങ്കരനാവുകയായിരുന്നു. സാലി തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാലി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. എഴുത്തിലാകട്ടെ, സംവിധാനത്തിലാകട്ടെ, അഭിനയത്തിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം അത് എത്രത്തോളം തീരാ നഷ്ടമാണ് ഈ സർവ്വ മേഖലകളിലും.